വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് അടിയന്തരമായി ധനസഹായം അനുവദിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി എംപി. ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ നിന്നുള്ള എംപിമാരോടൊപ്പമായിരുന്നു പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ കണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ദുരിതബാധിതർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും വീടുമടക്കമുള്ളവ അടിയന്തരമായി നിർമ്മിച്ചു നൽകണമെന്നാണ് പ്രിയങ്ക ചൂണ്ടിക്കാട്ടിയത്. ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ ധനസഹായം അനുവദിക്കണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. വയനാട്ടിലെ ദുരന്തബാധിതർ സർവ്വതും നഷ്ടപ്പെട്ടവരാണ്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും നഷ്ടപ്പെട്ട നിരവധി പേരാണുള്ളത്. കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ചെറിയ കുട്ടികൾക്ക് യാതൊരു സഹായ പരിരക്ഷയുമില്ല എന്നും പ്രിയങ്ക പറഞ്ഞു. ഇത്തരം സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യാതിരിക്കുന്നത് രാജ്യത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്നും പ്രധാനമന്ത്രി വന്നതിനാൽ തങ്ങൾക്ക് ധനസഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത് എന്നും പ്രിയങ്ക പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തം നടന്ന് 4 മാസം പിന്നിട്ടിട്ടും ഇതുവരെ ഇരകൾക്ക് നഷ്ടപരിഹാരം അനുവദിച്ചിട്ടില്ല എന്നും പ്രിയങ്ക വ്യക്തമാക്കി. ഇക്കാര്യങ്ങളെല്ലാം ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നും ദുരന്തബാധിതർ കടന്നുപോകുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയുണ്ടായി. രാഷ്ട്രീയത്തിന് അതീതമായി ഇതിനെ കൈകാര്യം ചെയ്യണം. അവർ അനുഭവിക്കുന്ന ദുരിതം അളക്കാനാവാത്തതാണ്. കേന്ദ്ര സർക്കാർ ഇത് പ്രാധാന്യത്തോടെ കണക്കിലെടുക്കണമെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു. പ്രകൃതി ദുരന്തം ഒരു കേന്ദ്രീകൃത പ്രദേശത്താണെങ്കിലും അതിന്റെ ഫലം വളരെ വലുതാണ്. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട് എന്നും പ്രിയങ്ക എടുത്തു പറഞ്ഞു. ഇക്കഴിഞ്ഞ ജൂലൈ 30-നായിരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ ഉരുൾപൊട്ടൽ വയനാട്ടിൽ സംഭവിച്ചത്. ഉരുൾപൊട്ടലിൽ പുഞ്ചിരിമറ്റം, ചൂരൽമല, മുണ്ടക്കൈ എന്നീ 3 ഗ്രാമങ്ങളും വയനാട്ടിലെ അട്ടമലയുടെ ഭാഗങ്ങളും തകർന്നു. സർക്കാരിന്റെ കണക്കനുസരിച്ച് 231 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. 47 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. പല മൃതദേഹങ്ങളും കിലോമീറ്ററുകൾക്കപ്പുറം ചാലിയാർ പുഴയിൽ നിന്നായിരുന്നു കണ്ടെടുത്തത്. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. അതേസമയം വയനാട്ടിൽ സഹായം വൈകുന്നതിൽ BJPക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുൻ മന്ത്രി തോമസ് ഐസക് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. കേരളത്തെ ഒറ്റിക്കൊടുക്കുന്ന 5ാം പങ്ക്തികളായിട്ടാണ് BJP ഇന്ന് പ്രവർത്തിക്കുന്നത്. വയനാട് ദുരന്ത നിവാരണത്തിൽ കോൺഗ്രസ് കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും ഒരുപോലെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് അവർ ശ്രമിക്കുന്നതെന്നും ഐസക് കുറ്റപ്പെടുത്തി. വയനാട് പുനർനിർമ്മാണത്തിനായുള്ള പദ്ധതികൾക്ക് വേണ്ടിവരുന്ന തുക 2221 കോടി രൂപയാണ്. കേരളത്തിന്റെ കയ്യിലുള്ളതായി നമ്മുടെ വിമർശകൻ പറയുന്നത് 1764 കോടി രൂപയാണ്. ഈ തുകയിൽ സിംഹപങ്കും ഇതിനകം തന്നെ റോഡുകൾക്കും മറ്റു പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി നീക്കിവെക്കപ്പെട്ട തുകയാണ്. അതുകൊണ്ട് അധിക ധനസഹായം കേന്ദ്ര സർക്കാർ തരണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. അങ്ങനെ ഒരു ചില്ലിക്കാശ് തരില്ല എന്ന് കേന്ദ്രവും. ഭീമമായ തുകയൊന്നുമല്ല കേരളം ആവശ്യപ്പെട്ടത്. 19/8/2024 കേരള സർക്കാരിന്റെ മെമ്മോറാണ്ടത്തിൽ ആവശ്യപ്പെട്ടത് 219 കോടി രൂപയാണ്. കേന്ദ്രം ഹൈക്കോടതിയിൽ പറഞ്ഞത് ഇതാണ്. 153 കോടി രൂപ നൽകുന്നതിന് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അത് SDRFന്റെ ബാലൻസ് ഉള്ള തുകയിൽ നിന്നും കണ്ടെത്തണം. അതിന് കേന്ദ്രത്തിന്റെ ശുപാർശ ആവശ്യമില്ലല്ലോ. SDRFിലുള്ള പണം സംസ്ഥാനത്തിന് സാധാരണഗതിയിൽ അർഹതപ്പെട്ടത് തന്നെയാണ്. ഫിനാൻസ് കമ്മീഷനാണ് ഈ തുക നിശ്ചയിക്കുന്നത്. 75% കേന്ദ്ര വിഹിതവും 25% സംസ്ഥാന വിഹിതവും. ഇങ്ങനെ ഫിനാൻസ് കമ്മീഷന്റെ തീരുമാനപ്രകാരം കിട്ടുന്ന പണത്തെയാണ് കേന്ദ്രത്തിന്റെ വയനാടിനുള്ള പ്രത്യേക ധനസഹായമായി കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം ആവശ്യപ്പെടുന്നത് സാധാരണഗതിയിലുള്ള SDRF വിഹിതത്തിനു പുറമെയുള്ള ധനസഹായമാണ്. ഇങ്ങനെ പ്രത്യേകം ധനസഹായം നൽകാനാണ് ദേശീയ ദുരന്ത നിവാരണ നിധി. ഒരു ദുരന്തം ദേശീയ പ്രാധാന്യമുള്ള തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ NDRFിൽ നിന്നും പ്രത്യേക ധനസഹായം ലഭിക്കുന്നത് എളുപ്പമായി തീരും. ഇന്ത്യ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലുകളിൽ ഏറ്റവും തീവ്ര ദുരന്തങ്ങളിൽ ഒന്നായ വയനാട് ദുരന്തത്തെ തീവ്ര ദുരന്തമായി, അതായത് ലെവൽ 3 പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറല്ല. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നുവെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക ധനസഹായം ലഭിക്കുമായിരുന്നു. വയനാട് ഇരകളുടെ കടബാധ്യതകൾ എഴുതിത്തള്ളാൻ ആവശ്യപ്പെടാമായിരുന്നു. ഈ പഴുത് അടയ്ക്കാനാണ് ലെവൽ 3 തീവ്ര ദുരന്തമായി വയനാട്ടിലേതിനെ പ്രഖ്യാപിക്കാത്തത് എന്നാണ് നേതാവിന്റെ വാദം. ഫേസ്ബുക്കിലൂടെയായിരുന്നു തോമസ് ഐസക്കിന്റെ ഈ പ്രതികരണം.